എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും നന്നായി വഴറ്റിയെടുക്കാം. ഇത് ചുമന്നു വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് വഴറ്റണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കാം. ഇനി നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പൊടിയെല്ലാം നന്നായി മൂത്തു. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് ബീഫ് ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചിയും ചേർത്ത് വേവിച്ച് ബീഫ് മിക്സ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്മാഷ് ചെയ്ത് 3 കപ്പ് പൊട്ടാറ്റോ ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർക്കണം. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി വെക്കാം. ഇനി പാനിൽ എണ്ണ ചൂടാക്കി നമുക്ക് ഓരോന്നും വറുത്തെടുക്കാം. ഞാനിവിടെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താണ് വറുക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. ഒരു വശം മുരിഞ്ഞു കഴിയുമ്പോൾ മറുവശവും കൂടി മുരിക്കാം. ഇപ്പൊ 2 വശവും മുരിഞ്ഞു. ഇനി നമുക്കിത് വറുത്ത് കോരാം. ഇപ്പൊ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് സാലഡിനോ കെച്ചപ്പിനോ ഒപ്പം സെർവ് ചെയ്യാം. ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ കുറച്ചു നാൾ ഫ്രീസറിലും സൂക്ഷിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.